നമസ്കാരം, മീഡിയ ഓഡിറ്റിലേക്ക് സ്വാഗതം. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞിട്ട് വർഷം 8 പൂർത്തിയായി. കോൺഗ്രസിലെ അതികായൻ്റെ മരണത്തിന് 2 മാസം കഴിഞ്ഞാൽ ഒരാണ്ട് തികയും. ഒരാൾ എത്ര അഴിമതിക്കാരനായാലും മരിച്ചാലെങ്കിലും അയാൾക്ക് കുറച്ച് സ്വൈര്യം കൊടുക്കണം. അത് സജ്ജനങ്ങൾ പുലർത്തേണ്ട മാനുഷികമായ ഒരു മര്യാദയാണ്. 2011 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരമേറ്റ് 1.5 വർഷമാകും മുമ്പ് തന്നെ സോളാർ അഴിമതിയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദവും കേരളത്തെ പിടിച്ചുകുലുക്കിയിരുന്നു. ആ ഭരണത്തിലുടനീളം ഉമ്മൻചാണ്ടിയും സഹപ്രവർത്തകരായ മന്ത്രിമാരും കോൺഗ്രസ് MLA-മാരും മറ്റു നേതാക്കളും ഇപ്പോൾ BJP ദേശീയ ഉപാധ്യക്ഷനായ AP അബ്ദുള്ളക്കുട്ടിയുമൊക്കെ ഈ അഴിമതിയിലും ലൈംഗിക പീഡന കേസുകളിലുമൊക്കെ പല വിധത്തിൽ പങ്കാളികളാണെന്ന് വിവരം പുറത്തു വന്നു. അതിനിടെ ഉമ്മൻചാണ്ടിയെ വെട്ടിത്തള്ളി മുഖ്യമന്ത്രിയാകാൻ അന്നത്തെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു ശ്രമം നടത്തുന്നു. അതിൻ്റെ ഭാഗമായി വിദേശത്തുള്ള മുഖ്യമന്ത്രിയെ അറിയിക്കുക പോലും ചെയ്യാതെ ഉമ്മൻചാണ്ടിയുടെ സ്റ്റാഫിലുള്ളവരെ സോളാർ കേസിൽ അറസ്റ്റ് ചെയ്യാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അനുമതി നൽകി. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിൽ നിന്ന് ശക്തമായ എതിർപ്പ് ഉയർന്നതോടെ തിരുവഞ്ചൂരിൻ്റെ നീക്കത്തിന് തിരിച്ചടിയേൽക്കുന്നു. ഒടുവിൽ 2016 തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി സർക്കാർ നിലംപതിക്കുന്നു. ഇപ്പോഴിതാ മെയ് 6 സമകാലിക മലയാളത്തിൽ ആരംഭിച്ച സോളാർ സത്യത്തെ മറച്ച സൂര്യഗ്രഹണം എന്ന അന്വേഷണ പരമ്പര വീണ്ടും സോളാർ ബോധത്തെ തുറന്നുവിട്ടിരിക്കുന്നു. ജോൺ മുണ്ടക്കയം എന്ന മലയാള മനോരമയുടെ മുൻ ബ്യൂറോ ചീഫ് ആരംഭിച്ച അന്വേഷണത്തിൻ്റെ 3ാം ലക്കത്തിലാണ് 2013 CPIM നടത്തിയ സോളാർ സമരം തീർക്കാൻ കൈരളി TVയുടെ എഡിറ്ററായിരുന്ന ജോൺ ബ്രിട്ടാസ് തന്നെ വിളിച്ചുവെന്ന് ലേഖകൻ അവകാശപ്പെടുന്നത്. ബ്രിട്ടാസുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടിയുമായി ജോൺ മുണ്ടക്കയം സംസാരിച്ചാണ് സോളാർ സമരത്തിൽ ഒത്തുതീർപ്പുണ്ടാക്കിയെന്ന് പോലും. അതായത് രാജിയുടെ വക്കിൽ നിന്ന് ഉമ്മൻചാണ്ടിയെ രക്ഷിക്കാൻ അവതരിച്ച മാലാഖയാണ് ജോൺ മുണ്ടക്കയമെന്ന് ജനങ്ങൾ വിശ്വസിക്കണം. ഇങ്ങനെയൊരു വിവരം കഴിഞ്ഞ ദിവസം ചാനലുകൾ വലിയ വാർത്തയാക്കുന്നു, അതേക്കുറിച്ച് ചർച്ച നടത്തുന്നു. മുണ്ടക്കയത്തിൻ്റേത് ഭാവനാ സൃഷ്ടിയാണെന്ന് രാജ്യസഭാംഗം കൂടിയായ ജോൺ ബ്രിട്ടാസ് പ്രതികരിക്കുന്നു. തിരുവഞ്ചൂർ ഇങ്ങോട്ട് വിളിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതേ കാര്യം കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പ് ശരിവെക്കുകയും ചെയ്യുന്നുണ്ട്. ഫിലിപ്പ് മുണ്ടക്കയത്തിൻ്റെ വാദം തള്ളുന്നു. ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചപ്പോൾ പിറ്റേന്നിറങ്ങിയ മലയാള മനോരമ അതൊരു വലിയ സംഭവമാക്കും എന്ന് പ്രതീക്ഷിച്ചവർക്ക് തെറ്റി. മനോരമ എല്ലാവരും അരിച്ചുപെറുക്കി. ഒടുവിൽ ഉൾപേജിൽ ഏറ്റവും അനാകർഷകമായ വിധം ഈ വാർത്ത വിന്യസിച്ചിരിക്കുന്നു. ഇതൊന്ന് നോക്കൂ. ജോൺ മുണ്ടക്കയം മലയാള മനോരമയുടെ ബ്യൂറോ ചീഫ് ആണെന്ന് പോയിട്ട് മനോരമയുമായി വിദൂര ബന്ധമില്ലെന്ന് തോന്നും ആ വാർത്ത വായിച്ചാൽ. മാധ്യമപ്രവർത്തകൻ എന്നു മാത്രമാണ് ജോൺ മുണ്ടക്കയത്തെ വിശേഷിപ്പിച്ചത്. അപ്പോഴാണ് ബ്രിട്ടാസ് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് പ്രസക്തി. CPIM-നെതിരായ ഒരു ബോംബ് കിട്ടിയിട്ട് എന്തുകൊണ്ട് താൻ ശമ്പളം വാങ്ങിയ മനോരമയിൽ ആ വാർത്ത കൊടുത്തില്ല? മനോരമയുടെ വാർത്താ പേജിൽ കൊടുത്തില്ലെങ്കിൽ ഒരു ഞായറാഴ്ച പതിപ്പിലെങ്കിലും അത് കൊടുക്കാമായിരുന്നല്ലോ. CPIM-നെതിരെ ഒരു ബോംബ് കയ്യിൽ കിട്ടിയാൽ മനോരമ അത് പൊട്ടിക്കാതെ സൂക്ഷിക്കുമോ? അല്ലെങ്കിൽ പടക്കം നനഞ്ഞതായതുകൊണ്ട് മനോരമ നിരാകരിച്ചതാണോ? ഉമ്മൻചാണ്ടി മരിക്കും മുമ്പ് എന്തുകൊണ്ടായിരിക്കും ഈ വാർത്ത നൽകാതിരുന്നത്? ഇത്തരം ചോദ്യങ്ങൾ ഇനിയും ഉത്തരം കിട്ടാത്തവയാണ്. CPIM സോളാർ സമരം പിൻവലിക്കുന്നത് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചതുകൊണ്ടും അന്വേഷണത്തിൻ്റെ ടേംസ് ഓഫ് റെഫറൻസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൂടി ഉൾപ്പെടുത്തുമെന്ന് ഉറപ്പ് ലഭിച്ചതുകൊണ്ടുമാണ്. ഈ വിഷയത്തിൽ അന്നത്തെ പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തുന്നതിൽ മാധ്യമങ്ങൾക്കുള്ള താല്പര്യം കൂടി വെളിപ്പെടുന്ന സന്ദർഭമാണിത്. മുഖ്യമന്ത്രിക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും ആ കസേരയിൽ കടിച്ചു തൂങ്ങിയിരുന്നതിന് കുറ്റം CPIM-ന്. ഒരു പടി കൂടി കടന്ന് TP ചന്ദ്രശേഖരൻ കേസിൽ ഒത്തുതീർപ്പിന് വേണ്ടിയാണ് സമരം പിൻവലിച്ചതെന്നും മുതിർന്ന മാധ്യമപ്രവർത്തകരുടെ ഗീർവാണം ചാനലുകളിൽ വരുന്നു. ചന്ദ്രശേഖരൻ വധക്കേസിൽ 76 പേരടങ്ങുന്ന പ്രതിപട്ടിക സഹിതം വടകര 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് 2012 ഓഗസ്റ്റ് 13-നാണ്. ശ്രദ്ധിക്കുക, 2012 ഓഗസ്റ്റ് 13-ന്. സോളാർ അഴിമതിയിൽ പ്രതിഷേധിച്ച് LDF സെക്രട്ടേറിയറ്റ് വളയിൽ സമരം തുടങ്ങിയത് 2013 ഓഗസ്റ്റ് 12-ന്. അതും ഇതും തമ്മിൽ എന്ത് ബന്ധം? അല്പമെങ്കിലും ഗൃഹപാഠം ചെയ്യുന്നത് എത്ര മുതിർന്ന മാധ്യമപ്രവർത്തകരായാലും അവർക്ക് ദോഷമാവില്ല എന്ന് പറയാനുള്ളൂ. ജോൺ മുണ്ടക്കയം തൻ്റെ അന്വേഷണ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ മനോരമയെ ഉപേക്ഷിച്ച് എന്തുകൊണ്ട് സമകാലിക മലയാളത്തെ തിരഞ്ഞെടുത്തു എന്ന ചോദ്യത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ കിട്ടിയ വിവരങ്ങൾ ഇങ്ങനെയാണ്. രാഷ്ട്രീയ റിപ്പോർട്ടിങ്ങിൽ മലയാള മനോരമയുടെ മുഖമായിരുന്ന ജോൺ മുണ്ടക്കയം ഇപ്പോൾ മനോരമ കുടുംബവുമായി പിണക്കത്തിലാണ്.
വിരമിച്ചിട്ടും വർഷങ്ങളായി നൽകിയ എക്സ്റ്റൻഷൻ 6 മാസം മുമ്പ് റദ്ദാക്കി. അതിനിടെ മാർക്കറ്റിംഗ് വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന ജോൺ മുണ്ടക്കയത്തിൻ്റെ മകനെ മനോരമ പിരിച്ചുവിടുകയും ചെയ്തു. മാധ്യമപ്രവർത്തനത്തിൻ്റെ പേരിൽ കോൺഗ്രസിന് വേണ്ടിയുള്ള പല ഇടപാടുകളിലും പങ്കാളിയായ മുണ്ടക്കയത്തിന് ഇനി ഒരുപാട് വെളിപ്പെടുത്താനുണ്ടാകും. ഈയൊരു സാഹചര്യത്തിൽ അത് മനോരമയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാകാൻ സാധ്യതയുണ്ട്. തിരുവഞ്ചൂർ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കാനും ഉതകുന്ന കാര്യങ്ങളായിരിക്കും മുണ്ടക്കയത്തിന് ഇനി പറയാനുള്ളത് എന്ന് പ്രതീക്ഷിക്കാം. മാധ്യമപ്രവർത്തനം കുറഞ്ഞത് 2 വിധത്തിൽ പ്രാക്ടീസ് ചെയ്യാം. നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ട ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ സ്വന്തം പ്രശ്നമെന്ന നിലയിൽ ഏറ്റെടുത്ത് അവയെക്കുറിച്ച് വാർത്തകൾ നൽകുന്ന ഒരു കൂട്ടരുണ്ട്. അക്കാര്യം വാർത്തയിലൂടെ അവർ സ്റ്റേറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും. പലപ്പോഴും സർക്കാരുകളുടെ ജനവിരുദ്ധതയെ ചോദ്യം ചെയ്യുന്നവയായിരിക്കും ആ വാർത്തകൾ. ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള സർക്കാരുകളുണ്ടെങ്കിൽ അവർ ബന്ധപ്പെട്ട വകുപ്പുകൾ വഴി ആ വാർത്തയുടെ നിജസ്ഥിതി അന്വേഷിച്ച് അതിൽ ഇടപെടും. അതുവഴി കുറച്ചുപേരുടെ ജീവിതമെങ്കിലും പഴയതിലും മെച്ചപ്പെടും. ഇങ്ങനെ സത്യസന്ധമായും ആത്മാർത്ഥമായും മാധ്യമപ്രവർത്തനം നടത്തുന്നവർക്ക് പലപ്പോഴും പീഡനവും ദുരിതവുമായിരിക്കും തിരിച്ചു കിട്ടുക. വേറൊരു കൂട്ടരുണ്ട്. പ്രധാന പണി ഗോസിപ്പിങ്ങും ബ്ലാക്ക് മെയിലിങ്ങുമായിരിക്കും. സമൂഹത്തിൽ മര്യാദയ്ക്ക് ജീവിച്ചു പോകുന്ന മനുഷ്യരെക്കുറിച്ച് വാർത്ത പടയ്ക്കുക, അത് വെച്ച് വിലപേശുക, പണമുണ്ടാക്കുക, അതിന് വഴങ്ങിയില്ലെങ്കിൽ അശ്ലീലം നിറച്ച വാർത്ത നൽകുക, അവരെ സമൂഹമധ്യത്തിൽ അങ്ങനെ അപമാനിക്കുക. അധികമാരും അതിനെതിരെ കേസിന് പോകാറില്ല. എന്നതുകൊണ്ട് തന്നെ അവർ അടുത്ത ഇരയെ തേടും, പണമുണ്ടാക്കും. ആദ്യം പറഞ്ഞ കൂട്ടത്തിലുള്ള ഒരാളാണ് പ്രബീർ പുർക്കായസ്ഥ. ന്യൂസ് ക്ലിക്ക് എന്ന ഓൺലൈൻ പ്രസിദ്ധീകരണത്തിൻ്റെ പത്രാധിപർ. 2023 ഒക്ടോബറിൽ ന്യൂസ് ക്ലിക്കിൻ്റെ ഓഫീസ് ഡൽഹി പോലീസ് റെയ്ഡ് ചെയ്യുന്നു. ജീവനക്കാരുടെ മൊബൈൽ കണ്ടുകെട്ടുന്നു. വിദേശ പണം വാങ്ങി രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചു എന്നൊക്കെ കുറ്റം ചാർത്തി 7 മാസം മുമ്പ് പ്രബീറിനെ അറസ്റ്റ് ചെയ്യുന്നു. ഭീകരപ്രവർത്തനം നടത്തുന്നവർക്കെതിരെ ചുമത്തുന്ന UAPA അടക്കമുള്ള കുറ്റങ്ങൾ പ്രബീറിനെതിരെ ചുമത്തുമ്പോൾ മോഡി സർക്കാർ ഈ മനുഷ്യനെ എത്രത്തോളം ഭയപ്പെട്ടിരുന്നു എന്ന് വ്യക്തമാണ്. 50 വർഷം മുമ്പ് അടിയന്തരാവസ്ഥ കാലത്ത് ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കവേ SFI പ്രവർത്തനായതിൻ്റെ പേരിൽ പ്രബീറിനെ ഇതേ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പൗരത്വ നിയമ ഭേദഗതിക്ക് എതിരായ പ്രക്ഷോഭം, കർഷക പ്രക്ഷോഭം തുടങ്ങിയവ പ്രശംസാർഹമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്ത ന്യൂസ് ക്ലിക്കിൻ്റെ നാവരിയുക എന്നതായിരുന്നു മോഡി സർക്കാരിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ചീഫ് എഡിറ്ററെ അറസ്റ്റ് ചെയ്തത്. അടിയന്തരാവസ്ഥയിലെ ഇന്ദിരാഗാന്ധിയുടെയും സഞ്ജയ് ഗാന്ധിയുടെയും അഴിഞ്ഞാട്ടത്തെ ഓർമ്മിപ്പിക്കും വിധമായിരുന്നു ന്യൂസ് ക്ലിക്കിലെ റെയ്ഡും പ്രബീറിൻ്റെ അറസ്റ്റുമൊക്കെ. അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി പ്രബീറിനെ മോചിപ്പിക്കാൻ നിർദ്ദേശിച്ചു. ഈ വാർത്തയെ നമ്മുടെ മാധ്യമങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്ന് പരിശോധിക്കുന്നത് രസകരമായിരിക്കും. മോഡി സർക്കാരിൻ്റെ അമിതാധികാര പ്രയോഗത്തിൻ്റെ ഇരയായി ഒരു ഓൺലൈൻ മാധ്യമത്തിൻ്റെ പത്രാധിപർ 7 മാസം തടവിൽ കിടക്കുന്നു. തടവിലിട്ടത് അന്യായമാണെന്ന് രാജ്യത്തെ പരമോന്നത കോടതി തന്നെ പറയുന്നു. പക്ഷെ നമ്മുടെ മുഖ്യധാരയ്ക്ക് അതൊന്നും വാർത്തയേ അല്ല. രാഷ്ട്രീയമായ വിയോജിപ്പുകൾ ഉണ്ടായേക്കാം മാധ്യമങ്ങൾക്കും അതിൻ്റെ നടത്തിപ്പുകാർക്കും മാധ്യമപ്രവർത്തകർക്കും. എന്നാൽ നിങ്ങൾ നടത്തുന്നതും പ്രബീർ നടത്തുന്നതും ഒരേ തൊഴിലാണ്. മാധ്യമപ്രവർത്തനം നടത്തുന്ന ഒരു സഹജീവിയോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക എന്ന സാമാന്യ മര്യാദ കാണിക്കേണ്ടത് അത്തരമൊരു വാർത്ത ശ്രദ്ധേയമായ നിലയിൽ വിന്യസിച്ചുകൊണ്ടാണ്, ചർച്ചയ്ക്ക് വിധേയമാക്കിക്കൊണ്ടാണ്. നമ്മുടെ പ്രമുഖ പത്രങ്ങളെല്ലാം ഈ വാർത്ത അവരുടെ 1-ാം പേജിൽ ഉൾപ്പെടുത്താതെ ഉൾപേജിൽ മാത്രം വിന്യസിക്കാൻ തീരുമാനിച്ചതിനെ ലജ്ജാകരം എന്ന് വിശേഷിപ്പിക്കാനാവും. ദേശീയ പ്രാധാന്യമുള്ള ഈ വിഷയത്തിൽ ഒരു ചർച്ച പോലും നടത്താതിരുന്ന ചാനലുകൾ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നടത്തുന്ന വാചാടോപങ്ങൾ കാണുമ്പോൾ അതിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ടെന്ന് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നും വേണ്ട. അന്താരാഷ്ട്ര മാധ്യമങ്ങളായ BBC-യും അൽ ജസീറയും ദേശീയ മാധ്യമങ്ങളായ ദ ഹിന്ദുവും ടൈംസ് ഓഫ് ഇന്ത്യയും ഇന്ത്യൻ എക്സ്പ്രസും ഈ സംഭവത്തിന് വലിയ പ്രാധാന്യമാണ് നൽകിയത്. ശരിയായ തീരുമാനം എന്ന ശീർഷകത്തിൽ ടൈംസ് ഓഫ് ഇന്ത്യ മുഖപ്രസംഗവും എഴുതി. മലയാള മനോരമ ഈ വാർത്ത നൽകിയത് 6-ാം പേജിൽ ഇങ്ങനെ. നോക്കൂ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്കും സുപ്രീം കോടതിയിൽ നിന്ന് ഏറ്റ തിരിച്ചടി പെരുമ്പറ കൊട്ടി നാട്ടുകാരെ അറിയിക്കാൻ സൗകര്യമില്ലെന്നതിൻ്റെ പരസ്യപ്രഖ്യാപനം. ഗോദി മീഡിയ കേരള ഘടകത്തിൻ്റെ പരമാധ്യക്ഷ സ്ഥാനം കണ്ടത്തിൽ കുടുംബം നനച്ചു വളർത്തുന്ന ഈ വിഷവൃക്ഷത്തിനാണെന്നതിൻ്റെ മഹത്തായ വിളംബരം. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ 22-ന് ദേശാഭിമാനി 1-ാം പേജിൽ പ്രസിദ്ധീകരിച്ച ഈ വാർത്തയൊന്ന് നോക്കൂ. അമിത് ഷായ്ക്ക് MRF-ൽ 1.29 കോടി രൂപയുടെ നിക്ഷേപം.
മനോരമ പത്രം എന്ന പോലെ ഈ MRF എന്ന ടയർ കമ്പനിയും കണ്ടത്തിൽ കുടുംബത്തിൻ്റെതാണ്. അമിത്ഷായ്ക്ക് MRFൽ നിക്ഷേപമുണ്ടെന്ന് ദേശാഭിമാനി എന്തോ പൂർവ്വ വൈരാഗ്യം കൊണ്ട് ആക്ഷേപിക്കുകയാണെന്നൊന്നും മാന്യപ്രേക്ഷകർ വിശ്വസിക്കരുത്. ഗുജറാത്തിലെ ഗാന്ധിനഗർ ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി അമിത്ഷാ നൽകിയ നാമനിർദ്ദേശ പത്രികയോടൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം ചേർത്തിട്ടുള്ളത്. എന്നാൽ അമിത്ഷായെ പോലുള്ള നേതാക്കൾക്ക് MRF പോലുള്ള കമ്പനികളിൽ രേഖകൾ പ്രകാരമുള്ള ഓഹരി മാത്രമായിരിക്കും ഇത്. കമ്പനിയുടെ നടത്തിപ്പ് സുഗമമാക്കാൻ പല നേതാക്കൾക്കും ഇത്തരം കമ്പനികൾ ഓഹരി സമ്മാനിക്കുന്ന പതിവുണ്ട്. അത് രഹസ്യമാണെന്ന് മാത്രം. അതായത് തങ്ങളുടെ ഓഹരി ഉടമയ്ക്കും അയാളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യവും മലയാള മനോരമ ചെയ്യില്ല. ഇനി പ്രബീറിനെ അറസ്റ്റ് ചെയ്തതിൻ്റെ പിറ്റേന്നത്തെ മലയാള മനോരമ പത്രം ഒന്ന് നോക്കൂ. BJP സർക്കാർ എന്ത് ന്യായം പറഞ്ഞാണ് പ്രബീറിനെ അറസ്റ്റ് ചെയ്തത്? ആ കള്ളം വായനക്കാരെ ബോധ്യപ്പെടുത്താനുള്ള അഭ്യാസമായിരുന്നു അന്നത്തെ ആ വാർത്ത. അറസ്റ്റിൻ്റെ വാർത്ത അതിൻ്റെ കാരണസഹിതം 1-ാം പേജിൽ, മോചനത്തിൻ്റെ വാർത്ത വിന്യസിക്കാൻ ഏതോ ഉൾപേജ്. മാധ്യമപ്രവർത്തനത്തെ ബ്ലാക്ക് മെയിലിങ്ങിനും ഗോസിപ്പിനും വേണ്ടി ഉപയോഗിക്കുന്ന ചില മാധ്യമപ്രവർത്തകരെക്കുറിച്ച് അല്പം മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. സംഘപരിവാറിന് വേണ്ടി രാവും പകലും വീഡിയോ ചെയ്യുന്ന ഷാജൻ സ്കറിയ എന്ന യൂട്യൂബറുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഏഷ്യാനെറ്റ് അടക്കമുള്ള നമ്മുടെ ചാനലുകൾ എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് പരിശോധിക്കുന്നത് ഇതിലും രസകരമാണ്. വ്യാജരേഖ ചമച്ചതിനാണ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഷാജനെ അറസ്റ്റ് ചെയ്തത്. തൻ്റെ യൂട്യൂബ് ചാനൽ വഴി മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഇയാളെ അറസ്റ്റ് ചെയ്തതിൽ ഏറ്റവും വിഷമം അന്ന് വിനു വി ജോൺ എന്ന ഏഷ്യാനെറ്റ് അവതാരകനായിരുന്നു. എത്ര ചർച്ചകളാണ് ഷാജിനു വേണ്ടി സംഘടിപ്പിച്ചതെന്ന് ഓർക്കുമ്പോൾ ഏത് പരദൂഷകനും ബ്ലാക്ക് മെയിലർക്കും പുളകം വിരിയും. ഞങ്ങൾക്ക് കിട്ടിയ യൂട്യൂബ് ലിങ്ക് പ്രകാരമുള്ള അന്ത്യചർച്ചകളുടെ സ്ക്രീൻഷോട്ടുകളാണിവ. ഒന്ന് നോക്കൂ. ഏഷ്യാനെറ്റിനെ പിന്തുടർന്നുകൊണ്ട് ഈ യൂട്യൂബർക്ക് വേണ്ടി സംവാദം സംഘടിപ്പിച്ചവരാണ് മറ്റു ചാനലുകൾ. എല്ലാത്തിലും വിഷയം മാധ്യമ സ്വാതന്ത്ര്യം തന്നെയായിരുന്നു. രാപ്പകൽ ഭേദമില്ലാതെ മുസ്ലിം വിരുദ്ധതയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും പ്രസരിപ്പിക്കുന്ന ഒരു അധമന് വേണ്ടി ഉറക്കമിളച്ച് പണിയെടുത്തവരാണ് സത്യത്തിനും നീതിക്കും വേണ്ടി പോരാടിയ പ്രബീർ പുർക്കാസയുടെ മോചനത്തെക്കുറിച്ചുള്ള വാർത്തയെ അഗണ്യ കോടിയിൽ തള്ളിയത്. ഇനി മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഗിരിപ്രഭാഷണങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ പുച്ഛത്തോടെ നിരാകരിക്കുമെന്ന പ്രതീക്ഷയോടെ മീഡിയ ഓഡിറ്റ് ഈ ലക്കം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി അടുത്തയാഴ്ച കാണാം. നന്ദി, നമസ്കാരം.